വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ് ഗൈസ്. ടീം തൊട്ടിയുടെ മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2009 മോഡൽ CBZ എക്സ്ട്രീമിൻ്റെ ചെയിൻ സോക്കറ്റ് റിമൂവലാണ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആണ്. സോ ഗൈസ്, ചെയിൻ സോക്കറ്റ് റിമൂവൽ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എല്ലാ ബൈക്കിൻ്റെയും സെയിം തന്നെയാണ്. പിന്നെ മോഡലും ബ്രാൻഡും വേർഷനും മാറുന്നതനുസരിച്ച് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് കാണും. എനിവേ, ദിസ് ഇസ് ദ ബേസ്. ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ തന്നെയായിരിക്കും. ഡു വാച്ച് ടിൽ ദ എൻഡ്. 14 mm സ്പാനർ ഉപയോഗിച്ച് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് അഴിച്ചെടുക്കുക. അഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, കൈകൾ ശ്രദ്ധിക്കുക. നട്ടുകൾ എല്ലാം മാർക്ക് ചെയ്ത് തന്നെ മാറ്റി വെക്കുക. ഡ്രം ബ്രേക്ക് ഹോൾഡിംഗ് ലിങ്ക് 14 mm സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുക. റിയർ ആക്സിൽ 18, 19, 20, 22 ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് അഴിച്ചെടുക്കുക. ഡ്രൈവർ സ്പ്രോക്കറ്റിൻ്റെ കവറുകൾ അഴിക്കുക. 10 mm ബോൾട്ട്, 2 വീതം. ഡ്രിവൻ സ്പ്രോക്കറ്റിന് 4 നട്ടുകളാണ്, 17 mm വെച്ചിട്ട്. അടുത്തതായി നമുക്ക് ചെയിൻ അഡ്ജസ്റ്റിംഗ് ലോക്ക് നട്ടും ചെയിൻ അഡ്ജസ്റ്റിംഗ് നട്ടും നമുക്ക് ഊരാവുന്നതാണ്. വീല് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് നോസ് പ്ലെയർ ഉപയോഗിച്ച് ചെയിൻ അൺലിങ്ക് ചെയ്യാവുന്നതാണ്. അൺലിങ്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈ മുറിയാനുള്ള സാധ്യത വളരെ അധികമാണ്. ചെയിൻ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈവർ സ്പ്രോക്കറ്റ് ഊരാവുന്നതാണ്. റിയർ സ്പ്രോക്കറ്റ് അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അസംബ്ലി വളരെയധികം സൂക്ഷിക്കുക. കേടുപാടുകളൊന്നും കൂടാതെ തന്നെ അത് റിമൂവ് ചെയ്യുക.
ഡ്രിവൻ സ്പ്രോക്കറ്റ് അസംബ്ലി നന്നായി ഒന്ന് ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ലോക്ക് നട്ടും അഡ്ജസ്റ്റിംഗ് നട്ടും തിരിച്ചിടാം. Reconnect the chain with CSB kit. വീല് തിരിച്ചിടുമ്പോൾ ഡാമ്പർ ചെക്ക് ചെയ്യുക. ആക്സിൽ ഇനി നമുക്ക് തിരിച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഡ്രം ബ്രേക്ക് ഹോൾഡിംഗ് ക്ലാമ്പും ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ടും തിരിച്ചു മുറുക്കാം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ അടിപൊളി വീഡിയോസുമായി ടീം തട്ടി വീണ്ടും വരുന്നിടം വരെ ഗുഡ് ബൈ.